അല്ലെങ്കിൽ മറ്റു മേഖലയിൽ ബന്ധപ്പെട്ടു എന്ന് ആരും പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറയണ്ടേ? എന്നിട്ടല്ലേ മാറ്റാനായിട്ടൊരു തീരുമാനം എടുക്കാവൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞ 6 വർഷത്തെ പാർട്ടിയുടെ പ്രവർത്തനം പുതിയതായി രൂപീകരിച്ച പാർട്ടി ഏരിയ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ പ്രവർത്തനം ഒന്ന് പരിശോധിക്കണ്ടേ? ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഏരിയ കമ്മിറ്റികളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു പാർട്ടി ഏരിയ കമ്മിറ്റിയാണ് മംഗലാപുരം ഏരിയ കമ്മിറ്റി. ഇതിനെല്ലാം ഇല്ലാതാക്കുന്ന സമീപനമാണ് വിഭാഗീയ പ്രവർത്തനത്തോടുകൂടെ അല്ലെങ്കിൽ നുണ പറയുന്നവരെ കൂടെ നിന്നുകൊണ്ട് ജില്ലാ സെക്രട്ടറി നടത്തിയിട്ടുള്ള കാര്യങ്ങൾ. താങ്കൾക്കൊപ്പം പാർട്ടി വിടാൻ മറ്റാരും ഉണ്ടാകില്ല, താങ്കൾ മാത്രമാണ് പാർട്ടിയിൽ നിന്ന് പോകുന്നത് എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ പാർട്ടിക്ക് പറയാനായിട്ട് കഴിയുള്ളൂ, അങ്ങനെ പാർട്ടിക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. ഞാനൊരു അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. പക്ഷേ നിരവധി പാർട്ടി സഖാക്കൾ ഇന്നലെയും ഇന്നുമായി എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അതിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, മറ്റ് നേതാക്കളുണ്ട്, സാധാരണപ്പെട്ട പ്രവർത്തകരുണ്ട്. അപ്പം അങ്ങനെ ഉള്ളവരെല്ലാം എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്തരത്തിലോട്ട് അങ്ങനെ പോയിട്ടില്ല. പക്ഷേ ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ പാർട്ടി എൻ്റെ മകനായ പാർട്ടി എൽ സി മെമ്പർ എൻ്റെ കൂടെ ഉണ്ട്, അതിൽ സംശയമില്ല. നേരത്തെ പാർട്ടിയിൽ ഉന്നയിച്ചിരുന്നു, പാർട്ടി ധരിപ്പിച്ചിരുന്നു. ഒരു കാരണവശാലും എനിക്ക് ജില്ലാ സെക്രട്ടറിയുടെ പ്രവർത്തനത്തിൽ എനിക്ക് അമർഷമുണ്ട്, എനിക്ക് നടത്തിക്കൊണ്ടു പോകാനായിട്ട് കഴിയുന്നില്ല. പാർട്ടി ഏരിയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ എനിക്ക് നടത്തിക്കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. CPM സംബന്ധിച്ചോളം ഏത് സെക്രട്ടറി ആയിരുന്നാലും, അതിന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നാലും പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നാലും സെക്രട്ടറിമാരാണ് ഫുൾ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ജില്ലാ സെക്രട്ടറി എടുക്കുന്ന നിലപാടുകൾ പാർട്ടി ഏരിയ കമ്മിറ്റിയോടൊപ്പം നിന്നില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായി വരും. പാർട്ടി ഏരിയ കമ്മിറ്റി ഏത് തീരുമാനം എടുത്തിട്ടുണ്ടോ അതിനെല്ലാം വിരുദ്ധമായിട്ടാണ് പാർട്ടി DC തീരുമാനിച്ചുകൊണ്ട് വരുന്നത്. അതെല്ലാം പാർട്ടിക്ക്, മംഗലാപുരത്തെ പാർട്ടിക്ക് വ്യക്തിപരമായി എനിക്ക് വലിയ അപമാനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പറയുന്ന സാമ്പത്തിക അഴിമതി ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്നലെ വരെ വന്നില്ലല്ലോ സാമ്പത്തിക അഴിമതി. ഇന്നലെ വരെ ഒരു ആരോപണം ഒരു സ്ഥലത്തും പറഞ്ഞില്ലല്ലോ. മുല്ലശ്ശേരി മധു അഴിമതിക്കാരനാണ്. ഇപ്പോൾ കണക്ക് വെച്ചല്ലോ, സമ്മേളനവുമായി ബന്ധപ്പെട്ട് കണക്ക് വെച്ചു. 27 ലക്ഷം രൂപ ബാലൻസാണ് പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ. തിരുവനന്തപുരം ജില്ലയിൽ 19 ഏരിയ കമ്മിറ്റിയുണ്ട്. ഏതെങ്കിലും ഒരു കമ്മിറ്റി എടുത്ത് പറയട്ടെ അവിടെ ഇത്രയും പൈസയുണ്ട് അല്ലെങ്കിൽ ഇത്ര രൂപയുണ്ട് എന്ന് പറയാനായിട്ട് കഴിഞ്ഞല്ലോ. കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിൽ 6 മാസത്തിനകത്ത് CPMൻ്റെ ഒരു ഏരിയ കമ്മിറ്റി ആഫീസ്, വളരെ മനോഹരമായ ഒരു ഏരിയ കമ്മിറ്റി ആഫീസ് എനിക്ക് ഉയർത്താനായിട്ട് കഴിഞ്ഞു, പടുത്തുയർത്താനായിട്ട് കഴിഞ്ഞു. 6 മാസം കൊണ്ട് സ്ഥലം വാങ്ങി, 6 മാസം കൊണ്ട് പാർട്ടി ആഫീസ് കെട്ടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 16 ലക്ഷം രൂപ അതിൽ ബാലൻസ് വെച്ചു. പിന്നെ എവിടെ അഴിമതി എന്ന് പറയുന്നത്? ഇന്നലെ വരെ വന്നില്ലല്ലോ അഴിമതി. ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വലിയ വേറെ ഒന്നും പറയാനില്ല. മുല്ലശ്ശേരി മധുവിനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ എന്തെങ്കിലും പറയാം എന്നുള്ളതാണ് അവർ തിരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും ജനങ്ങൾ ഇടയിൽ ഞാൻ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. ജനങ്ങൾ പറയട്ടെ ഞാൻ അഴിമതി നടത്തിയിട്ടുണ്ടോ. താങ്കൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ജില്ലാ സെക്രട്ടറിക്കെതിരെ ജില്ലാ സെക്രട്ടറി മത്സരിച്ചപ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പരാജയപ്പെടാൻ വേണ്ടി ശ്രമിച്ചു, പരാജയപ്പെട്ടപ്പോൾ സന്തോഷിച്ചു. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ തോതിൽ സമ്പത്തുണ്ടാക്കാൻ ശ്രമിച്ചു, സമ്പത്തുണ്ടാക്കി. അങ്ങനെ 2 ഗുരുതരമായ ആരോപണം ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് താങ്കൾ ഉന്നയിച്ചത്. അതിനെന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഉണ്ടോ? സാമ്പത്തിക ആരോപണം ഞാൻ പറഞ്ഞതല്ല, നാട്ടിലെ ജനങ്ങൾ പറഞ്ഞതാണ്. അല്ല, ഞാൻ പറഞ്ഞതല്ല. അവർ സുപ്രഭാതത്തിൽ കയറിയെന്ന് വി ജോയി ഇങ്ങനെ പൈസ പിരിച്ചു എന്ന് ഞാൻ പറഞ്ഞതല്ല. നാട്ടിൽ ജനങ്ങൾ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ തെരഞ്ഞെടുപ്പിൽ തോറ്റ്, അത് സ്വാഭാവികം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്തിനാ? ജയിക്കാൻ വേണ്ടിയാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഏതൊരാളായിരുന്നാലും ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. പക്ഷേ തോക്കാൻ വേണ്ടി മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് വി ജോയി. തോറ്റപ്പോൾ സന്തോഷിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് വി ജോയി. അതാണ് ഞാൻ പറഞ്ഞത്. എന്തിനാ? അധികാരം കയ്യിൽ കിട്ടണം എന്നും അധികാരത്തിൻ്റെ പിറകെ പോയ ഒരു ആളാണ് വി ജോയി. അത് ഒരു സൊസൈറ്റി മത്സരം ഉണ്ടായാൽ അവിടെ മത്സരിക്കണം, പഞ്ചായത്തുണ്ടായാൽ അതിൽ മത്സരിക്കണം. അതിനുശേഷമാണ് പലരെയും സ്വാധീനിച്ച് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടില്ല, ഒരു പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ടില്ല. ഒന്നും ആവാതെ ഇന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലെത്തി. അതിനെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്. പലരെയും സ്വാധീനിച്ചു. സമ്മേളന പ്രതിനിധി അല്ലാത്ത ആളാണ് സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായി വന്നത്. എന്നും അധികാരം കയ്യിലുണ്ടാവണം. ഇനിയിപ്പോൾ അടുത്ത അജണ്ട എന്ന് പറയുമ്പോൾ